ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് കരുത്തേക്കിൽ കൂടുന്ന സീരിയലിലെ നിധിയുടെയും സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ നിധി സുഭാഷിന് വേണ്ടി എല്ലാവരോടും സംസാരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ സുഭാഷ് ചേട്ടൻ്റെ കല്യാണം ആലോചിക്കണം. സുനന്ദയുടെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ സുഭാഷ് ചേട്ടന് വിഷമമാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹരീഷ് പറയുന്നുണ്ട്, അത് സുനന്ദയായിട്ടുള്ള കല്യാണം നടക്കാതിരിക്കുന്ന ഏട്ടത്തിൽ നല്ലത്. കാരണം അത് നടന്നാൽ ഒരിക്കലും ശരിയായി പോകത്തില്ല. അവരുടെ വീട്ടുകാരുമായിട്ട് നമുക്ക് ഒട്ടും യോജിച്ച് പോകാൻ പറ്റത്തില്ലെന്നൊക്കെ പറയും. എങ്കിൽ അങ്ങനെയാണെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രോക്കറെ കണ്ട് സംസാരിക്കണം. അന്ന് ഇവിടെ വന്ന ബ്രോക്കറെ അടുത്ത് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും മാട്രിമോണി കൊടുക്കാമെന്നൊക്കെ പറയും. അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം രാവിലെ നികേഷ് കോളേജിലേക്കും ഹരീഷ് വർക്ക്ഷോപ്പിലോട്ടും പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് കിച്ചണിൽ നിന്ന് പാചകത്തിലാണ്. ആ സമയത്ത് നിധി അവിടെ നിന്ന് പൊടിയെല്ലാം ക്ലീൻ ചെയ്യുകയാണ്. ആ സമയത്ത് സുധീഷ് ഇങ്ങോട്ട് വന്നിട്ട്, ഇതെന്ത് ചെയ്യുക, കണ്ടിട്ട് എന്ത് തോന്നുന്നു? അല്ല, ഈ പൊടിയൊക്കെ തുടയ്ക്കേണ്ട കാര്യമൊന്നും ഇതൊന്നും ശരിയാവത്തില്ല. ഇതൊക്കെ പഴയ വർഷങ്ങൾ പഴക്കമുള്ള TV, ഇതൊന്നും തുടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനെ പൊടി തുടച്ചിരുന്നാൽ മതിയോ? എന്തൊക്കെ ലക്ഷ്യങ്ങളുണ്ടെന്ന് പറഞ്ഞ ആളാണ്. അതിനൊക്കെ വേണ്ടി ശ്രമിക്കേണ്ടതായി നോക്കും. ജോലിക്ക് അപ്ലൈ ചെയ്യണം, ഇനിയും പഠിക്കണമെന്നൊക്കെ പറഞ്ഞില്ലേ, അതിന് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ സർട്ടിഫിക്കറ്റ് വേണ്ടായോ? അത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് എടുക്കാം. അത് ഞാൻ എത്രയും പെട്ടെന്ന് അതിന് വേണ്ട കാര്യങ്ങൾ വേണ്ട. സുധീഷിന് എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്തു തരണ്ട. നാക്കെടുത്ത കള്ളം മാത്രം പറഞ്ഞ സുധീഷിനോട് എനിക്കിനി ഒരു സഹായം ചെയ്തു തരണ്ടെന്ന് പറയാം. അല്ല, ഞാനിവിടെ നിൽക്കുന്നത് പോലും ആ പാവം പിടിച്ച സുഭാഷ് ചേട്ടനെ നിങ്ങളുടെ 2 അനിയന്മാരെ ഓർത്ത് മാത്രമാണ്. അല്ലാതെ നിങ്ങളെ എനിക്കൊരു കാര്യത്തിന് വിശ്വാസമില്ലെന്ന് പറയും. അപ്പോൾ നമ്മുടെ സുധീഷിന് ഇൻസൾട്ടായി പോകുന്ന കണക്കാവും. അതിനുശേഷം പറയാം, എനിക്കറിയാം സർട്ടിഫിക്കറ്റ് തക്കലേക്കുള്ള കോളേജിൽ പോയി ഞാൻ ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടും എൻ്റെ കൂടെ വരുമെന്ന് പറയും. നാളെ ഞാൻ തക്കലേക്ക് പോകുമെന്ന് പറയും. ഒറ്റയ്ക്ക് വേണ്ട, ഞാനും കൂടി വരാം. വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് പോകാനറിയാം. മുമ്പ് ഞാൻ നികേഷുമായിട്ട് ഒറ്റയ്ക്ക് തക്കലേക്ക് പോയിട്ടുള്ളതെന്ന് പറയും. എന്നാലും ഒറ്റയ്ക്ക് ആ സാരമില്ലെന്ന് പറയും. അവരും കൂടി രാത്രി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ആ സമയത്ത് സുഭാഷ് ചേട്ടനോട് സുധീഷ് പറയുന്നുണ്ട്, നിധി നാളെ തക്കലേക്ക് പോകുമെന്ന് പറയുന്നു സർട്ടിഫിക്കറ്റിന് ഡ്യൂപ്ലിക്കേറ്റ് അപ്ലൈ ചെയ്യാനായിട്ട്. ഒറ്റയ്ക്ക് പോകാനോ? ഞാനും കൂടി കൂടെ പോകാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ നിധി സമ്മതിച്ചില്ല. വേണ്ട, സുധീഷ് എന്തായാലും എൻ്റെ കൂടെ വരണ്ട. പിന്നെ അവിടെ വന്ന് സുധീഷിനെ തള്ളി കേൾക്കാനൊന്നും എനിക്ക് വയ്യെന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ ഹരീഷും നികേഷും കൂടി ഇരുന്നങ്ങ് ചിരിക്കും. എന്താണ് ചിരിക്കുന്നതെന്ന് പറയും. ഒന്നുമില്ല. അപ്പോഴത്തേക്ക് പറയും, അല്ല മോളെ ഒറ്റയ്ക്ക്, എടാ നികേഷേ, നീയും കൂടി നാളെ ഏട്ടത്തിലൂടെ പോയിട്ടാൻ പറയും. അയ്യോ ഏട്ടാ, നാളെ എനിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണല്ലോ. അത് ശരിയാണല്ലോ. അത് കുഴപ്പമില്ല സുഭാഷ് ഏട്ടാ, ഞാൻ മുമ്പ് നികേഷുമായിട്ട് പോയിട്ടുള്ളതല്ലേ. ഞാൻ ഇവിടുന്ന് ബസ് സ്റ്റോപ്പിൽ ചെന്നിട്ട് ബസ് കയറി പൊയ്ക്കോളാം എന്ന് പറയും. എന്നാലും ഒറ്റയ്ക്ക് അത് ശരിയാവത്തില്ല മോൾ ഒറ്റയ്ക്ക് പോകുന്നതെന്ന് പറയും. സുഭാഷ് ഏട്ടാ, എൻ്റെ വീട്ടുകാർ പോലും എന്നെ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് വിടത്തില്ല. അവരെന്നെ പൊത്തിപ്പിടിച്ച് വളർത്തി ഒന്നും അറിയിക്കാതെ. അവസാനം ഇപ്പോൾ എനിക്ക് എന്തിനെങ്കിലും ഒരു കഴിവുണ്ടോ, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം, എനിക്ക് ഒറ്റയ്ക്ക് പോകുന്ന ഇഷ്ടമെന്നൊക്കെ പറയും. എനിക്കൊരു കാര്യം ചെയ്യാം, സുധീഷ് മോളെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടുമെന്ന് പറയും. അങ്ങനെ ഇതൊക്കെ പറയുന്നത് നമ്മുടെ ഭാസ്കരൻ പുറത്തിരുന്ന് കേൾക്കുന്നുണ്ട്. ഭാസ്കരൻ അങ്ങ് വിഷമം, അങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നതെന്നൊക്കെ അല്ലെങ്കിൽ പുള്ളിക്ക് ഭയങ്കര ടെൻഷനാണ്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് നിധി പോകാനായിട്ടുള്ള റെഡിയാവും. അങ്ങനെ നമ്മൾ സുധീഷ് നിധിക്ക് കഴിക്കാനായിട്ട് ചായയും ബിസ്ക്കറ്റും എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ചായ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബിസ്ക്കറ്റും വെള്ളവും കൂടി മോള് കൈ വെച്ചു. ഇതെന്തിനാ സുഭാഷ് ചേട്ടാ? അത് പോകുന്ന വഴിക്ക് ബസ്സിലല്ലേ പോകുന്നത്, പുറത്തൊന്നും ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. മോൾ വിശക്കുമ്പോൾ കഴിക്കണം. പിന്നെ മൊബൈലൊക്കെ ചാർജ് നല്ലോണം കുത്തിയിട്ടിട്ടാണ് എടുത്തുകൊണ്ട് പോകണം. പിന്നെ മൊബൈലിൻ്റെ ചാർജറൊക്കെ എടുത്ത് വെച്ചേക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങ് കെയർ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നിധിക്കൊക്കെ ഭയങ്കര സന്തോഷമാവും. കാരണം സ്വന്തം ചേട്ടനെ പോലെ തന്നെ ഇത്രയും കെയർ ചെയ്തൊക്കെ സംസാരിക്കുന്നത് കാണുമ്പോഴേ. അങ്ങനെ രാവിലെ ആകുമ്പോഴത്തേക്ക് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു ടാക്സി വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഇതാരാ ഇപ്പോൾ ടാക്സി വിളിച്ചത്? അപ്പോൾ സുധീഷ് പറയും, അത് ഞാൻ വിളിച്ചതാണ്, ഈ വെയിലും കൊണ്ടൊന്നും പോയിട്ട് വരുന്നത് ശരിയാവത്തില്ല, ടാക്സിയിൽ പോയാൽ മതിയെന്ന് പറയും. അപ്പോൾ ഉടനെ ഹരീഷും നികേഷും കൂടി പറയും, മിക്കവാറും സുധീഷ് ചേട്ടൻ പറയും ഇത് നമ്മുടെ ട്രാവൽസിലെ വണ്ടിയാണെന്ന് പറയും. ഉടനെ പറയും, അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് നല്ലോണം സൂക്ഷിച്ച് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് ഡ്രൈവറുടെ അടുത്ത് പറയും. നമ്മുടെ സ്വന്തം വണ്ടിയാണ് എന്നൊക്കെ ഇച്ചിരി ബിൽഡപ്പൊക്കെ കൊടുത്ത് സുധീഷ് പറയും. അങ്ങനെ നിധി കാറിൽ കയറി എല്ലാവരോടും യാത്ര പറഞ്ഞ് നിധി പോകുന്നു. അങ്ങനെ പകുതി വഴി എത്തുമ്പോഴത്തേക്ക് നിധിയുടെ ഫ്രണ്ട് വിളിക്കും. അങ്ങനെ ഫ്രണ്ടിനോടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നീ കോളേജിലെത്തിയോ? ഇല്ലടി, ഞാൻ ഇറങ്ങുന്നേ ഉള്ളതെന്ന് പറയാം. നീ കോളേജിനടുത്ത് എത്താറാവുന്നതിന് മുമ്പ് എന്നെ വിളിച്ചാൽ മതി. നീ ഒറ്റയ്ക്കാണോ വരുന്നത്? ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നത്, ടാക്സിയിലാണ് വരുന്നതെന്നൊക്കെ പറയും. നിൻ്റെ പ്രണയത്തിനെക്കുറിച്ചൊക്കെ നിന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയും. അതൊക്കെ പിന്നെ പറയാമെന്നൊക്കെ പറയാം. അപ്പോഴത്തേക്ക് പെട്ടെന്ന് കാറിന് കുറുക്ക് നമ്മുടെ ഭാസ്കരൻ വന്നങ്ങ് നിൽക്കും. അങ്ങനെ ഭാസ്കരനെ കണ്ടത് പെട്ടെന്ന് സുധീഷിന് അറിയാവുന്ന ഡ്രൈവറാണല്ലോ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ചോദിക്കും, അങ്കിൾ എന്താ എന്ന് ചോദിക്കും. എന്തോ പെട്ടെന്ന് ഡോറ് വന്ന് അകത്ത് കയറുകയാണ്. അല്ല അങ്കിൾ എങ്ങോട്ട് പോകാനാ? നിങ്ങളെങ്ങോട്ടാണ്? ഞങ്ങൾ തക്കലേക്കാണ്. ഞാനും തക്കലേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിക്കകത്ത് കയറും. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അപ്പോൾ അച്ഛനോടാ? എന്താ? അല്ല അച്ഛൻ എങ്ങോട്ടാ? ഞങ്ങൾ കോളേജിൽ സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട് പോവാന്ന് പറയും. ഞാനും അങ്ങോട്ട് തന്നെ എന്ന് പറയും. അങ്ങനെ അവരുടെ കൂടെ ഭാസ്കരൻ കാറിൽ കയറി പോവുകയാണ്. ഇതിക്കൊരു ചെറിയ പേടിയൊക്കെ ഉണ്ട്. അതിനുശേഷം നമ്മുടെ വീട്ടിൽ വന്നിട്ട് സുഭാഷിനോട്
സംസാരിക്കുന്നുണ്ട്. ചേട്ടാ എനിക്കൊരു 3000 രൂപ തരണം, ടാക്സിക്ക് റെൻറ്റ് കൊടുക്കാനാണെന്ന് പറയും. പക്ഷേ സുധീഷിനോട് ചോദിക്കും, അപ്പോൾ നീ പൈസയൊന്നും ഇല്ലാതാണോ ടാക്സിയൊക്കെ ബുക്ക് ചെയ്തത്? അല്ല, അത് പിന്നെ നിധി ഒറ്റയ്ക്ക് അങ്ങനെ വിടുന്നതെന്ന് കരുതി ചെയ്തതാന്ന് പറയും. ഇനിയെങ്കിലും ഈ കള്ളത്തരമൊക്കെ നിർത്തിക്കൂടാതെ, എത്ര നാൾ നിൻ്റെ അടുത്ത് പറഞ്ഞതാ എന്ന് പറയും. നീ ഇനിയെങ്കിലും മര്യാദയ്ക്കൊക്കെ ജോലിക്ക് നോക്കും, നീ എന്താ ഇന്ന് പോവാതെ ലീവ് എടുത്തത്? അത് പിന്നെ നിധി പോയ വിഷമം കൊണ്ട് എന്നൊക്കെ സുഭാഷിൻ്റെ അടുത്ത് പറയും. അങ്ങനെ പൈസയൊക്കെ കൊടുക്കും. അതിനുശേഷം എങ്കിൽ ചേട്ടനെ ഞാൻ അങ്ങോട്ട് സൈറ്റിലോട്ട് ആക്കാമെന്ന് തോന്നി രണ്ടുപേരും കൂടി വണ്ടിക്കകത്ത് കയറി പോകുന്ന സമയത്ത് നമ്മുടെ സുനന്ദയും ലളിതയും കൂടി അങ്ങോട്ട് കാണും. അങ്ങനെ ഇവരെ കണ്ടതും സുഭാഷ് തിരിഞ്ഞു നോക്കും. ഉടനെ പറയും, എന്തുവാടാ തിരിഞ്ഞു നോക്കുന്നത്, നേരെ പോകാൻ പറയും. അപ്പോഴത്തേക്ക് വരുന്നത് നമ്മുടെ സുധീഷ് പറയും, പിന്നെ കണ്ടേച്ചാലും മതി. അങ്ങനെ രണ്ടുപേരും കൂടി വണ്ടി ഓടിച്ച് പോകുമ്പോഴത്തേക്ക് നമ്മുടെ സുനന്ദ സുഭാഷിനെ ഇങ്ങനെ നോക്കും. അത് ഗ്ലാസ്സിൽ കൂടി സുഭാഷ് കാണും. സുഭാഷിനങ്ങ് നല്ല വിഷമമാവും. അങ്ങനത്തേക്ക് പിന്നെ അവർ തമ്മിലിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന, സുഭാഷും സുനന്ദയും കൂടി തമ്മിലിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ് നമ്മൾ ഇന്നത്തെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വരും വിശേഷങ്ങളൊക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. നിധിയുമായിട്ട് ഭാസ്കരൻ കോളേജിൽ ചെല്ലുന്നുണ്ട്. ഇനി കോളേജിൽ എന്തൊക്കെ സംഭവം നടക്കുമെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്കിനി കാണാം. അപ്പോൾ എല്ലാവരും കഥ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ കഥയോടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി.